ഞാൻ വീട്ടിലില്ല. നിന്റെ പ്ലാൻ എന്താ? ഞാനൊന്നുമില്ലടി, വരണ്ടടുത്ത് വെച്ച് നോക്കാം. ഒന്നാമതല്ലേ എൻ്റെ ഒരു വജ്രായുധമുണ്ട്. അതോടെ പിന്നെ അച്ഛൻ വീടില്ലല്ലേ? ഇല്ലില്ല, അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ. അതെന്തായാലും നന്നായി. വീടെത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വിളിക്കാം. പെണ്ണില്ലാതെ പെണ്ണ് കാണാൻ വരുന്ന ആദ്യത്തെ കാമു നീയായിരിക്കും. ഓ, ഇവിടെ തൊണ്ടപ്പടിയിരുന്ന അടിവെല്ലാം കിട്ടൂടെ? ചുമ്മാ വരികടേ. അടി അടി ബെല്ലടിക്കേ. ബെല്ല് ഞാൻ അടിക്കാം. എടാ ഓക്കെ അല്ലേ? സൂപ്പർ. ഉച്ചയാണല്ലോ ഇവിടെ. സ്വാഭാവികം. അമ്മേ, ഞാൻ സാഹിബ് ശ്വേത വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? മോനെ, ഒരു കാര്യം ഞാൻ പറയാം. അവൾ വിളിച്ചു പറഞ്ഞോട്ടെ, കഥവെങ്കിലും ഞാൻ തുറന്നു തന്നു. ഞങ്ങളുടെ കൊച്ചിനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ കൊടുക്കത്തുള്ളൂ. വേറെ ഇതിനകത്ത് ന്യായമൊന്നുമില്ല. ശരിയാണ്. അയ്യോ അമ്മേ, അങ്ങനെ പറയരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. സാധനം എടുത്തു പോയി. സാധനം എടുത്തു പോയി. അമ്മ, പലഹാരം? ഈ പലഹാരം ഒന്നും തന്നു മയക്കാൻ നോക്കണ്ട. പലഹാരമൊന്നുമല്ല, പിന്നെ വെളിച്ചെണ്ണ. അതും 10 ലിറ്റർ. മോനെ കേറി. കുടിക്കാൻ എന്തെങ്കിലും. കുടിക്കാനോ? മരുമോന് ചായ എടുക്കടി. കല്യാണ കച്ചേരി പടാമെടി കച്ചേരിക്കാരാനും